എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇതാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറഞ്ഞ പ്ലാന്റ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് ഈ ഫ്ലവറിന്. കണ്ട നമ്മ അരികത്തേക്ക് വരുമ്പോ തന്നെ നല്ല സ്മെല്ലാണ്. പിന്നെ ഇതിന്റെ പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് 3 ദിവസം 3 കളറായിരിക്കുള്ളൂ. ഇപ്പൊ ഒരു പൂവ് ഇരുന്ന് കഴിഞ്ഞാല് ആദ്യം തന്നെ നല്ല പർപ്പിൾ കളറായിരിക്കുള്ളൂ കേട്ടോ. പിന്നെ ഒരു ലാവൻഡർ കളറിലോട്ട് മാറും. അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസം നല്ല വൈറ്റ് കളറിലോട്ട്. കണ്ട ഇപ്പൊ 3 കളറിലുള്ള ഫ്ലവേഴ്സും ഉണ്ട് ഈ ചെടിയുമേല്. കണ്ട വൈറ്റ് ആയി കഴിഞ്ഞിട്ടാണ് ഇതേപോലെ ഇത് വാടിപ്പോണത്. അപ്പൊ നല്ല ഭംഗിയാണിത് നിക്കണ കാണാനായിട്ട്. ഇതൊരു കൊച്ചു ചെടിയാണ്. കണ്ട ഈ കൊച്ചു ചെടിയുമ്പോ തന്നെ ഇത്ര അധികം ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു മിക്ക ആളുകൾക്കും ഇത് ഫ്ലവർ ചെയ്യണില്ല എന്നൊക്കെ ഉള്ള പരാതികളാണ്. കാരണം ഈ ചെടി വെച്ചിട്ട് ഫ്ലവർ, പക്ഷെ നമ്മ ഇത് വെച്ചിട്ട് അന്ന് തുടങ്ങി ഇതുമൊരു ഫ്ലവർ ആണ്. ഞാൻ നട്ടേക്കണേന്ന് വെച്ചാൽ ഒരു ഡ്രമ്മിൽ ഇങ്ങനെ നട്ടു വെച്ചേക്കണതാണ്. നമ്മ ഈ ഫ്ലവർ ഉണ്ടാക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ആയിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് പുതിയ ശാഖകൾ വരും. കണ്ട ഇതേപോലെ പുതിയ ശാഖകൾ വരും. ആ ശാഖകളിലൊക്കെ മൊട്ടുണ്ടാവും. മൊട്ടൊക്കെ ഇതേപോലെ പൂക്കളായി മാറുകയും ചെയ്യും. പൂക്കൾ ഇഷ്ടപ്പെടണവർക്ക് നടാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറഞ്ഞ പ്ലാന്റ്. നമുക്ക് ഒട്ടും തന്നെ പരിചരണങ്ങൾ വേണ്ട. കാരണം ഇതിന് കീടങ്ങളുടെ ശല്യങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത പ്ലാന്റ് ആണ്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് നിക്കണമെങ്കിൽ ഇല ഇല്ലാണ്ട് ഫ്ലവർ ആയിരിക്കും. ഇതിപ്പോന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലാന്റ് നിക്കണത്. നിങ്ങൾ കണ്ടില്ല എങ്കിൽ കൂടിയും ഇതിൽ ഇത്ര അധികം ഫ്ലവർ ഉണ്ട്. അപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണെങ്കിൽ ഇതിലും കൂടുതൽ ഫ്ലവർ ആയിരിക്കുള്ളൂ ഈ ചെടിയുമേല്. നമുക്ക് നല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്മെല്ല്. നല്ല സ്മെല്ലാണ്. പിന്നെ നമുക്ക് ഇത് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ വലിയ വളപ്രയോഗം ഒന്നും വേണ്ട. ഞാൻ ഇനി ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒരു 2 ആഴ്ചയിൽ ഒരിക്കലും ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കും. പിന്നെ അടിവെള്ളം ഇട്ട് നമ്മ എല്ലുപൊടി ഈ ചാണകപ്പൊടിയൊക്കെ നമ്മ എല്ലാ പച്ചക്കറികൾക്കൊക്കെ പോട്ടി മിക്സ് തയ്യാറാക്കണം. അതേ പോട്ടി മിക്സിലൊക്കെ നട്ടേക്കണേണ്. ഇത് വലിയ ഡ്രം ആയതുകൊണ്ട് നമ്മ അടിയിൽ ഒരുപാട് കരിയില നിറച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് യാതൊരു വളപ്രയോഗങ്ങളും ഒന്നും വേണ്ട. പിന്നെ നനച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിനെ സൺഡേ മൺഡേ എന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട് ഈ ചെടിക്ക്. അപ്പൊ നമുക്കിത് നനച്ചു കൊടുക്കണം കേട്ടോ. വേനൽക്കാലത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. ചെടി വാടാനായിട്ട് ഇടവരരുത്. വാടിക്കഴിഞ്ഞാൽ ഈ ചെടിയുടെ വളർച്ച പോകും. അല്ലാണ്ട് വേറൊരു പ്രത്യേകിച്ച് പരിചരണങ്ങള് ഒന്നും വേണ്ട. പിന്നെ ഇത് 2 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഹൈബ്രിഡ് വെറൈറ്റി മഞ്ഞണ്ട്, നാടൻ വെറൈറ്റി ഉണ്ട്. നാടൻ വെറൈറ്റിയുടെ ഫ്ലവറിനാണ് നല്ല മണം ഉള്ളത്. ഹൈബ്രിഡിന് മണം കുറവായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് നഴ്സറികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റി നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ എപ്പോഴും നിങ്ങൾ നടുമ്പോ നാടൻ വെറൈറ്റി തന്നെ നടലാന്നല്ലേ. കാരണം നമുക്ക് ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. നമ്മ എന്തെങ്കിലും ഒരു റൂട്ടിന് ഹോർമോണിലോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ കമ്പ് മുറിച്ച് നട്ടാലും പിടിക്കണതാണ് കേട്ടാ ഈ ചെടി. അങ്ങനെ പിടിക്കാത്ത ചെടിയൊന്നുമല്ല. മഴക്കാലത്ത് നമ്മൾ ഞാറ്റുവേലയുടെ ടൈമിലൊക്കെ നമുക്ക് കമ്പ് മുറിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെടി പിടിച്ചു കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത് വളർത്താനും വലിയ പ്രയാസമില്ല. നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് ഈ പൂക്കൾ കാണാനായിട്ട്. അപ്പൊ എല്ലാവരും നഴ്സറികളിൽ നിന്നൊക്കെ ഇതിന്റെ തൈകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറഞ്ഞാലും സൺഡേ മൺഡേ എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് ഇതിന്റെ ചെടികൾ മേടിക്കാൻ കിട്ടും. ഇലകളൊക്കെ ഇതേപോലെയാണ് ഇലകൾ ഇരിക്കണ. കണ്ട ഇലകളും പൂക്കളൊക്കെ കണ്ടില്ല. പല തരത്തിലുള്ള പൂക്കൾ ഉണ്ടതല്ല. എല്ലാ തരത്തിലുള്ള പൂക്കളും ഒരേ സമയം വിരിഞ്ഞിക്കണോണ്ട് തന്നെ കണ്ട ഒരു ചെടിയുമ്പോ തന്നെ 3 കളർ ഫ്ലവർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മ എല്ലാ പൂക്കളും ഇതേപോലെ അല്ലല്ല. അപ്പൊ എല്ലാവരും ഇതിന്റെ പ്ലാന്റ് ഒക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.